ഹലോ ഗൈസ്, ഞാൻ ഈ ലിപ്സ്റ്റിക്കും പൂശിയിട്ട് പോകുന്നത് കാരക്കുണ്ട് വാട്ടർഫോൾസിലേക്കാണ്. ഞാൻ ഈ കോട്ട് ഡ്രസ് ഇട്ടിട്ടാണ് പോകുന്നത്. സഞ്ചിയിൽ ഒരു ഡ്രസ്സും കൂടെ ഇത്താത്തന്റെ ചെരുപ്പം ഇത്താത്താക്ക് ശരിയാക്കലും പൊട്ടലും ശരിയാക്കലും പൊട്ടലും. കാളും വലിയ പാൻറ് ഇട്ട് ചെയ്തതാ. ആളെക്കാളും വലിയ പാൻറ് ഇട്ടിട്ട് നിൽക്കുന്ന ഈ മുതലാണ് എൻ്റെ അനിയത്തി ഫാത്തിമ. ശനി ഞായറായ ഫാത്തിമക്ക് വൈമാനം തുടങ്ങും. എടെങ്കിൽ പോവാണ്. പിന്നെ പിള്ളേർ എന്തെങ്കിലും ആശ പറഞ്ഞ പിന്നെ അങ്ങനെ തന്നെയല്ലേ. വെള്ളച്ചാട്ടത്തിൽ പോകുന്നതായിട്ട് അയിമുക്കും ഫാത്തിക്ക് എന്റെ മംഗലം. ഞാൻ ഇതിലേക്കൂടെ നടക്കുമ്പോൾ ചിന്തിക്കുന്നു, ഈ കാട്ടിന്റെ ഉള്ളിൽ അപ്പുറപ്പുറമുള്ള വീട്ടുകാരെല്ലാം എങ്ങനെയാ അവിടെ താമസിക്കുന്നത്? നമ്മളെ നാട്ടിൽ പിന്നെ അപ്പുറപ്പുറപ്പുറപ്പുള്ള വീടെല്ലായിട്ട് ഞാനങ്ങനെ വളർന്നുണ്ടാന്നൊന്നും അറിയില്ല. ഫൈനലി നമ്മളെ ലക്ഷ്യസ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പോയ അത്ര വെള്ളച്ചാട്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം കുറവേനും. ഇങ്ങനെ കണ്ടാൽ വിചാരിക്കും ഇവരുണ്ടാൾ ഭയങ്കര ഒത്തൊരുമയൊന്നുമല്ല. വീട്ടിൽ നിന്ന് കീരിയും പാമ്പാ ആസ്വദിച്ചിട്ട് ലാസ്റ്റ് വർക്കുന്നുണ്ടാ. ഇയാൾക്കിപ്പൊ പനി പിടിച്ച്. ഇപ്പൊ ഞാൻ കാരണം ഒരാൾക്ക് ഡ്രസ്സ് മാറ്റാൻ പോലും പറ്റുന്നില്ല. കാരണം ഇപ്പൊ ഫുൾ ടൈം എന്റെ കയ്യിൽ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടാവും. വെള്ളത്തിൽ കളിച്ച പാത്തിക്കും അയിമക്കും കല്ലിന്റെ പണി കഴിഞ്ഞ ക്ഷീണുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ കയറി. അങ്ങനെ ഞാനൊരു ഇറച്ചിയോടെയും ഇവരെല്ലാരും പഴംപൊരിയും തിന്ന്. അതിന്റെ കൂടെ ഒരു ചട്നി തന്നേന്. ഇതിന്റെ കൂടെ തന്നതാന്ന് നമുക്കറിയില്ല. ഇറച്ചിയടക്കും കൂട്ടി ആ ഒരു പഴംപൊരിക്കും കൂട്ടി. പിന്നെ ഒരു സംഭവം ഉണ്ടായിന്. നമ്മൾ അയിമൂന്റെ വയറ് പൊള്ളല് മീൻസ് ഓന്റെ വാശി കൊണ്ടാവും. ഓന്റെ ഉമ്മ 2 പ്രാവശ്യം തണിച്ചു കൊടുത്തിട്ടും ഞാൻ തണിക്കണമെന്നും പറഞ്ഞിട്ട് ഓൻ തന്നെ അപ്പുറപ്പുറം ചായ വെച്ചിട്ട് ഓന്റെ മേത്തേക്ക് മറന്നു. പിന്നെ അവിടെയുള്ളവരെല്ലാം ടൈമിന്റെ ചുറ്റും കൂടിയെന്ന് അതിലെങ്കിൽ നേരെ നമ്മളെ മൂത്തുവിന്റെ വീട്ടിലേക്ക് വിട്ട്. ആടുന്ന് നിസ്കരിച്ച് അവരോട് സംസാരിച്ച് ആടുന്ന് വിട്ട്. ആടുന്ന് നേരെ പ്യുവർ വെജ് കിട്ടുന്ന സ്ഥലം തപ്പിട്ട് പോയി. അങ്ങനെ ഫൈനലി നമുക്ക് പ്യുവർ വെജ് കിട്ടുന്ന ഒരു ഹോട്ടലിലെത്തി. ഈ ബാക്കിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഉപ്പ. ഇവര് ദോശയും ഞാൻ മസാല ദോശ ഓർഡർ ചെയ്ത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ മസാല ദോശ കത്തമാക്കി. പിന്നെ നമ്മളെ ചായ വിട്ടുകളില്ലല്ലോ, ചായയും കുടിച്ച് അതും കത്തമാക്കി. നമ്മളായി മാറുന്ന ഐസ്ക്രീമിന് കുറെ കുഴപ്പാക്കിനി. പിന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. നേരത്തെ വർക്കലെന്ന് ഓർമ്മ വന്നിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. നാഗിനി തലക്കൂടി അനിയത്തിയാണ്. ഇപ്പൊ ഉളവായി നീ പാട്ട് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ നേരെ നമ്മളെ വീട്ടിലേക്ക് പോയി. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.